വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. മഹാകവി അക്കിത്തത്തിന്റെ ഏറ്റവും പ്രശസ്തമായ വരികളിലൊന്ന് ഇങ്ങനെയാണ്: കേരള സാഹിത്യ ചരിത്രത്തിൽ 2 ജ്ഞാനപീഠ ജേതാക്കളെ ലോകത്തിന് സമ്മാനിച്ച ഒരു ഗ്രാമമുണ്ട്. പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിളയുടെ സംസ്കാരധാരയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഗ്രാമം വിസ്തൃതിയിൽ ചെറുതാണെങ്കിലും ചരിത്രത്തിലും സാഹിത്യത്തിലും വിദ്യാഭ്യാസത്തിലും വലിയ സ്ഥാനം നേടിയ നാടാണ്. പച്ചപ്പാർന്ന നെൽവയലുകളാലും തെങ്ങിൻ തോപ്പുകളാലും സമ്പന്നമായ കുമരനെല്ലൂരിന്റെ പേരിനുള്ളിലെ പൊരുളറിയാം. കുമരനെല്ലൂർ എന്ന പേര് 2 പദങ്ങളുടെ സംയോജനമായാണ് രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. കുമരൻ എന്നത് സുബ്രഹ്മണ്യസ്വാമിയെ അല്ലെങ്കിൽ യുവദേവനായ കുമാരനെ സൂചിപ്പിക്കുന്ന പദമാണ്. നല്ലൂർ എന്നാൽ നല്ല ഗ്രാമം, ശ്രേഷ്ഠമായ വാസസ്ഥലം എന്നർത്ഥം. അങ്ങനെ കുമരന്റെ നല്ലൂർ അഥവാ കുമാരസ്വാമിയുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഗ്രാമം എന്ന ആശയത്തിൽ നിന്നായിരിക്കാം കുമരനെല്ലൂർ എന്ന പേര് രൂപപ്പെട്ടതെന്നാണ് പ്രാദേശിക ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ഭാരതപ്പുഴയുടെ സംസ്കാരധാരകളുമായി ചേർന്നു കിടക്കുന്ന ഈ പ്രദേശം സമൃദ്ധമായ കാർഷിക പാരമ്പര്യത്തിനും പേരുകേട്ടതാണ്. നെൽപ്പാടങ്ങളും തോടുകളും പച്ചപ്പും ചേർന്ന ഗ്രാമീണ ഭംഗി കുമരനെല്ലൂരിന്റെ മുഖമുദ്രയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലും കുമരനെല്ലൂരിന് പ്രത്യേക സ്ഥാനമുണ്ട്. 1884 കേരള വിദ്യാശാല എന്ന പേരിൽ സ്ഥാപിതമായ വിദ്യാലയമാണ് ഇന്നത്തെ മഹാകവി അക്കിത്ത മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുമരനെല്ലൂർ. 1923 ഹയർ എലിമെന്ററി സ്കൂളായി ഉയർത്തപ്പെട്ടു. 1929 ഹൈസ്കൂളായി മാറി. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ വിദ്യാലയത്തിലാണ് കേരളത്തിന്റെ സാഹിത്യ ലോകത്തെ മാറ്റിമറിച്ച 2 മഹാപ്രതിഭകൾ പഠിച്ചു വളർന്നത്. നാലുകെട്ട്, കാലം, അസുരവിത്ത്, രണ്ടാം ഊഴം തുടങ്ങിയ കൃതികളിലൂടെ മലയാള സാഹിത്യത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ 1995 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം പോലുള്ള കൃതികളിലൂടെ മലയാള കവിതയുടെ ദിശ മാറ്റിയ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019 ജ്ഞാനപീഠ പുരസ്കാരം നേടി. ഭാരതത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ഒരേ പ്രദേശത്തെ 2 പ്രതിഭകൾക്ക് ലഭിച്ച അപൂർവ ബഹുമതി കുമരനെല്ലൂരിനെ ഇന്ത്യയുടെ സാഹിത്യ ഭൂപടത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്തി. അറക്കൽ മൂപ്പർ പോലെയുള്ള മതപണ്ഡിതന്മാരുടെയും മറ്റു സാമൂഹിക പ്രവർത്തകരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും നാടുകൂടിയാണ് കുമരനെല്ലൂർ. നാടുകൾ മണ്ണുകൊണ്ടല്ല മഹത്തമാകുന്നത്, അവിടെ ജനിച്ച മനുഷ്യരാലാണ്. കുമരനെല്ലൂരിന്റെ മണ്ണ് അതിന് സാക്ഷിയാണ്. ഇതല്ലാത്ത മറ്റു പല കാരണങ്ങൾ കൂടി കുമരനെല്ലൂർ എന്ന പേരിന് പിറകിലുണ്ടായേക്കാം. അറിയുന്നവർ പങ്കുവെക്കുമെന്ന പ്രതീക്ഷയോടെ മഅസ്സലാമ.